കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് വിസ്മയകരമായ ഒരു മൈൽ സ്റ്റോൺ ഇന്ത്യ നേടി. ആണവോർജം, അതായത് അറ്റോമിക് എനർജിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത, എനർജി ഇൻഡിപെൻഡൻസ് എന്ന ഡോക്ടർ ഹോമി ജെ ഭാഭയുടെ സ്വപ്നങ്ങൾക്കും 144 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരുടെ ഡെവലപ്മെൻറ്റിനും അഭിവൃദ്ധിക്കും എല്ലാം പ്രയോജനമാവുന്ന ഈ മൈൽ സ്റ്റോണിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. You're watching Being Curious. ഏപ്രിൽ 2026 ഏപ്രിൽ 6 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കൽപ്പാക്കം മിനി റിയാക്ടർ, കാമിനി എന്നറിയപ്പെടുന്ന ഈ റിയാക്ടറിൽ ക്രിട്ടിക്കാലിറ്റി എന്ന മൈൽ സ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്തത്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഏകദേശം 500 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന ശ്രേണിയിലുള്ള ന്യൂക്ലിയർ റിയാക്ടറാണ്. ഇത് കൂടുതൽ ഡീറ്റെയിൽസ് വഴിയെ പറയാം. ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വെച്ചാൽ ന്യൂട്രോൺ എന്ന ഒരു സബാറ്റമിക് പാർട്ടിക്കിൾ, ഒരു ആറ്റത്തിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു പാർട്ടിക്കിളിനെ വെച്ചിട്ട് ഒരു ഫ്യൂവലായ, ഫിസൈലായ, ന്യൂക്ലിയർ ഫിഷന് ഉപകരിക്കുന്ന ഒരു എലമെൻറ്റ്, യുറേനിയം ആവാം, പൊളോണിയം ആവാം, അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിലേക്ക് ശക്തിയായി ഇടിപ്പിച്ചാൽ ആ എലമെൻറ്റ് 2 അതിലധികമോ എലമെൻറ്റ്സായി മാറും. ഈ പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ എലമെൻറ്റ്സ് ഉണ്ടാകുന്നതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ മറ്റു എലമെൻറ്റ്സായി മാറുന്നതിനൊപ്പം തന്നെ വേറെയും ന്യൂട്രോൺസ് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന ന്യൂട്രോൺസിനെ തിരിച്ച് വീണ്ടും ഈ ഫ്യൂവലിൻ്റെ മുകളിലേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്താൽ, വീണ്ടും ന്യൂട്രോൺസിനെ ഇടിപ്പിച്ചാൽ ഇത് കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടാക്കുകയും കൂടുതൽ ന്യൂട്രോൺസ് ഉണ്ടാക്കുകയും എന്നിങ്ങനെ ചെയിൻ റിയാക്ഷനായി മാറുകയും ചെയ്യും. ഇതുവഴി, ഇങ്ങനെ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഹീറ്റ് എനർജി, ചൂടിനെയാണ് നമ്മൾ പിന്നീട് വെള്ളത്തിലേക്ക് കടത്തിവിട്ട് ആ വെള്ളം ആവിയാക്കി മാറ്റി ആ ആവിയെ കൊണ്ട് ഒരു ടർബൈൻ തിരിപ്പിച്ച് ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുകയാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ സംഭവിക്കുന്നത്. ഇത് കൺട്രോളിലല്ലാതെ, അതായത് യാതൊരു പരിമിതികളും ഇല്ലാതെ ചെയ്താൽ ഇതൊരു ആറ്റം ബോംബ് പോലെ തന്നെയാണ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ അൺകൺട്രോളബിളായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്ത് കണ്ടിന്യൂസ് ആക്കി, സെൽഫ് സസ്റ്റൈനബിൾ ആക്കി, സ്വയം പര്യാപ്തമാക്കി നിർത്തുക എന്നുള്ള ഒരു മൈൽ സ്റ്റോണിനെയാണ് ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. അതിനുവേണ്ട കൺട്രോളർ, അല്ലെങ്കിൽ അതിനുവേണ്ട ഡിസൈൻ, അതിനുവേണ്ട മോഡറേറ്റർ എന്ന് പറയുന്ന ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് അതിനെല്ലാം സ്വന്തമായി ഉണ്ടാക്കി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് കാമിനി കൂടിയാണ്. 1900 ടെറാവാട്ട് അവർ ആണ് ഇന്ത്യയുടെ ഇന്നത്തെ എനർജി പ്രൊഡക്ഷൻ. ഒരു ടെറാവാട്ട് അവർ എന്ന് പറയുന്നത് 1,00,000 കോടി ടെറാവാട്ട് അവർ, അതായത് 1900 ലക്ഷം കോടി വാട്ട് അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയാണ്. ഈ 1900 ടെറാവാട്ട് അവറിൽ 1600 ടെറാവാട്ട് അവറും ഇന്ന് എനർജി യൂസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ മൊത്തം പെർ ക്യാപിറ്റ, അതായത് ഇന്ത്യയിലെ മൊത്തം ജനതയെ 144 കോടിയിലധികം വരുന്ന ജനത്തിൻ്റെ യൂസേജ് വെച്ച് നോക്കുമ്പോൾ ഒരു വീടിന് അല്ലെങ്കിൽ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ 1200 കിലോ വാട്ട് അവർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഗ്ലോബൽ ശരാശരിയുടെ 1/3 മാത്രമാണ്. എല്ലാ വർഷവും 4-5% എന്നുള്ള രീതിയിൽ എനർജി യൂസേജ് കൂടുന്നുണ്ട്. പോപ്പുലേഷൻ കൂടുന്നുണ്ട്, വീടുകൾ കൂടുന്നുണ്ട്, ഗ്രാമങ്ങൾ വലുതാവുന്നുണ്ട്, സിറ്റികൾ വലുതാവുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും 25% ഇൻക്രീസും 2047 ആകുമ്പോഴേക്കും 100% ഇൻക്രീസ് എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭ എന്ന ഫിസിസിസ്റ്റിനെ, ഫാദർ ഓഫ് ഇന്ത്യാസ് ന്യൂക്ലിയർ പ്രോഗ്രാം ആയ ഡോക്ടർ ഭാഭയെക്കുറിച്ച് പറയാതെ ഈ ടോപ്പിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസിൻ്റെ ഫാദർ, ആർക്കിടെക്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴുമാണ്. അദ്ദേഹത്തിൻ്റെ പല തിയറികളും പല പ്രപ്പോസൽസും ഇന്നും വാലിഡാണ് എന്ന് മാത്രമല്ല ഇന്നും ആപ്ലിക്കബിളും യൂസ് ചെയ്യുന്ന ടൂൾസിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. 1930കളിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് PhD എടുത്ത ഡോക്ടർ ഭാഭ പാർട്ടിക്കിൾ ഫിസിക്സ്, കോസ്മിക് റേസ്, ഹൈ എനർജി ഫിസിക്സ് എന്നിങ്ങനെയുള്ള ശാസ്ത്ര മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനകളുടെ ഉടമയാണ്. 1939 ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ഇദ്ദേഹം വേൾഡ് വാർ 2 തുടങ്ങിയതുകൊണ്ട് തിരിച്ച് യൂറോപ്പിലേക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ ഒരു റീഡറായി ജോയിൻ ചെയ്യണം ആദ്യം. ഇത് ഡോക്ടർ CV രാമൻ്റെ ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു
അഡ്വൈസ് പ്രകാരമാണ് അന്ന് ചെയ്തത്. അവിടെ നിന്ന് ടാറ്റ ട്രസ്റ്റിലേക്ക് അയച്ച 1944 ടാറ്റ ട്രസ്റ്റിലേക്ക് അയച്ച ഒരു പ്രപ്പോസലിൻ്റെ തുടക്കത്തിൽ നിന്നാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന TIFR എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടിങ് ഡയറക്ടറായിട്ട് ഡോക്ടർ ഭാഭ മാറുന്നത്. ഡോക്ടർ ഭാഭ ഒരു പാഴ്സി കുടുംബത്തിലായിരുന്നു ജനിച്ചത്. ഇദ്ദേഹത്തിന് ടാറ്റ ഫാമിലിയുമായിട്ട് മുമ്പേ പരിചയമുണ്ടായിരുന്നു. ഈ TIFR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് പിന്നീട് അറ്റോമിക് എനർജി കമ്മീഷൻ ആയിട്ടും അത് കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം 66 കഴിഞ്ഞതിന് ശേഷം ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന ബാർക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ടും മാറിയത്. അടുത്തതായിട്ട് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ലെഗസിയെക്കുറിച്ചുമൊക്കെയാണ്. ഡോക്ടർ ഭാഭയുടെ ഈ കാണുന്ന ഫോട്ടോ ഇതിൽ ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോ ആണ്. 1956 എപ്പോഴും എടുത്തതാണ്. ഇതിൽ നെഹ്റു ഇനോഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കീ പ്രസ് ചെയ്യുന്നതായിട്ട് കാണാം. തൊട്ടിടതുവശത്ത് നിൽക്കുന്നത് R നരസിംഹൻ എന്ന് പറയുന്ന ഒരു ടാറ്റയുടെ തന്നെ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് ഡോക്ടർ ഭാഭയെ നമുക്ക് കാണാം. അടുത്തതായിട്ട് ഡോക്ടർ ഭാഭയുടെ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻസും അദ്ദേഹത്തിൻ്റെ ലെഗസിയെക്കുറിച്ചുമാണ്. ഇവിടെ കാണുന്ന ഈ ഫോട്ടോ ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്തെടുത്താണ്. 1956 എപ്പോഴോ. ഇതിൽ നെഹ്റുവിനെ കാണാം, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് രണ്ടാമതായിട്ട് ഡോക്ടർ ഭാഭയും കാണാം. ഇദ്ദേഹത്തിൻ്റെ തിയറി അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത പ്രബന്ധങ്ങൾ, ഒന്നാമത്തത് ഭാഭ സ്കാറ്ററിങ്, അതായത് ഒരു ഹൈ എനർജി പാർട്ടിക്കിൾ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് പ്രിൻസിപ്പിൾസ് വഴി എങ്ങനെയൊക്കെ സ്കാറ്റർ ചെയ്യുന്നു എന്നുള്ളൊരു തിയറിയാണ്. അത് ഇന്നും CERN പോലെയുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിൽ എങ്ങനെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നു, അതിൽ നിന്നും ഉണ്ടാകുന്ന ലൈറ്റ്, അതിൻ്റെ ശക്തി അളക്കുന്ന എക്സ്പ്രഷൻസും ഇക്വേഷൻസും ഒക്കെ ഈ ഭാഭ സ്കാറ്ററിങ് തിയറിയിൽ അവൈലബിൾ ആണ്. ഇത് ഇന്നും ഒരു സ്റ്റാൻഡേർഡ് ടൂളായിട്ട് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മീസോൺ റിസർച്ച് എന്നറിയപ്പെടുന്ന മീസോൺ അല്ലെങ്കിൽ ഇന്ന് മിയോൺ എന്നറിയപ്പെടുന്ന ഒരു ഹൈ എനർജി കോസ്മിക് പാർട്ടിക്കിളിനെ കുറിച്ചാണ്. ഇതാദ്യമായിട്ട് ലോകത്ത് പ്രപ്പോസ് ചെയ്തത് ഡോക്ടർ ഭാഭയാണ്. അന്ന് വരെ, അതായത് 38-ൽ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ എല്ലാവരും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റൊക്കെ വിചാരിച്ചിരുന്നത് ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് എല്ലാം കല്ല്, കോൺക്രീറ്റ്, ലെഡ് എന്നിവയെ കൊണ്ട് തടഞ്ഞു നിർത്താമെന്നായിരുന്നു. അപ്പോൾ ചില എക്സ്പെരിമെൻറ്റ്സിൽ ഒരു പ്രത്യേകതരം പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു എനർജി ഈ കല്ലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ലെഡിൻ്റെയൊക്കെ അപ്പുറത്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സയൻറ്റിസ്റ്റിന് പറ്റിയിരുന്നില്ല. ഡോക്ടർ ഭാഭയാണ് ആദ്യമായിട്ട് ഇതൊരു കോസ്മിക് പാർട്ടിക്കിൾ ആണെന്നും ഇത് വരുന്നത് നമ്മുടെ റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ടെസ്റ്റിൽ നിന്നല്ല, ഇത് അതായത് ഭൂമിക്ക് പുറത്തു നിന്ന് വരുന്നതാണ് എന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിനെ തിയറൈസ് ചെയ്തത് ഡോക്ടർ ഭാഭയാണ്. മറ്റു ശാസ്ത്രജ്ഞരാണ് ഇത് ടെസ്റ്റ് ചെയ്ത് ശരിയാണെന്ന് പ്രൂവ് ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടിക്കിൾ ഷവേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന, അതായത് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം പാർട്ടിക്കിൾസ് ഔട്ടർ സ്പേസിൽ നിന്നും വരുന്ന ഒരു പ്രതിഭാസത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് ഭാഭയാണ്. വില്യം ഹൈറ്റ്ലർ എന്ന ജർമ്മൻ ഫിസിസിസ്റ്റുമായി കൂടെ ചേർന്നിട്ട് പബ്ലിഷ് ചെയ്ത ഒരു തിയറി ആണിത്. കാസ്കേഡ് തിയറി എന്നൊക്കെ പറയും. ഇത് ന്യൂക്ലിയർ റിയാക്ടർ അല്ലെങ്കിൽ മെഡിസിനിലും അങ്ങനെ പല മേഖലകളിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ തിയറി വെച്ചിട്ട്. ക്യാൻസറിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ തെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റിൽ അത് നടക്കുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ന്യൂക്ലിയർ റേഡിയേഷൻ അതെങ്ങനെ സ്കാറ്റർ ചെയ്യും, അതെങ്ങനെ കൂടുതൽ പാർട്ടിക്കിൾസായി മാറും എന്നുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റിനൊക്കെ ഈ കോസ്മിക് പാർട്ടിക്കിൾ ഷവേഴ്സ് അല്ലെങ്കിൽ കാസ്കേഡ് തിയറി ഉപയോഗപ്രദമാണ്. 1954 ഡോക്ടർ ഭാഭ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി 3 സ്റ്റേജ് പ്ലാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതിൽ സ്റ്റേജ് 1 നാച്ചുറൽ യുറേനിയം, അതായത് ഭൂമിയിൽ തന്നെ കാണപ്പെടുന്ന യുറേനിയം ഡെപ്പോസിറ്റ്സ് വെച്ചിട്ട് PHWR പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്ന് പറയുന്ന ന്യൂക്ലിയർ റിയാക്ടർ വഴി എനർജി ഉൽപ്പാദിപ്പിക്കുക. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സ്റ്റേജ് 1 തന്നെ ലെഫ്റ്റ് ഓവർ ഫ്യൂവലായ പ്ലൂട്ടോണിയം 239 വെച്ചിട്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന സ്റ്റേജ് 2 പ്രോഗ്രാമിലേക്ക് കടക്കുക. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ ഒരു
പ്രധാന ഔട്ട്കം അല്ലെങ്കിൽ ഒരു പ്രധാന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യുറേനിയമാണ്. ഈ യുറേനിയം വെച്ചിട്ട് പിന്നീട് കൂടുതൽ പവർ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്റ്റേജ് 2 സമ്പൂർണ്ണമായി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം സ്റ്റേജ് 3 ലാർജ് സ്കെയിൽ തോറിയം യൂട്ടിലൈസേഷനിലേക്ക് കടക്കുക. അപ്പോൾ തോറിയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പരക്കെ കാണപ്പെടുന്ന, കോസ്റ്റൽ റീജിയൻസിൽ പ്രത്യേകിച്ച് പരക്കെ കാണപ്പെടുന്ന ഒരു എലമെൻ്റാണ്. ഇതായിരുന്നു ഡോക്ടർ ഭാഭയുടെ വിഷൻ. ഇതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്ന പ്രോസസ്സ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്ന് പറയുന്ന റിയാക്ടർ വെച്ചിട്ട്, അതായത് ഹെവി വാട്ടർ, ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം കൊണ്ടുണ്ടാക്കിയ വെള്ളം, ആ വെള്ളം പ്രഷറൈസ് ചെയ്ത ഒരു സിസ്റ്റത്തിൽ വെച്ചിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻ നടത്തി അതിൽ യുറേനിയം ഫ്യൂവലായി ഉപയോഗിച്ച് പ്ലൂട്ടോണിയത്തിന് ബൈ പ്രൊഡക്റ്റായി കിട്ടുക. പ്ലൂട്ടോണിയം അല്ല, മറ്റു പല എലിമെൻസും ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടും. ഇതിൽ പ്ലൂട്ടോണിയം വീണ്ടും റേഡിയോ ആക്റ്റീവാണ്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. എന്തുകൊണ്ട് സ്റ്റേജ് 1 ഇങ്ങനെ പ്ലാൻ ചെയ്തു എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ അന്ന് ഒരു യുറേനിയം ഡെപ്പോസിറ്റ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല US-ലെയും റഷ്യയിലെയും ഒക്കെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ സ്കിമാറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ടെക്നോളജി അങ്ങനെ തന്നെ പെട്ടെന്ന് ഉപയോഗിക്കാം എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് കൂടെ ഉണ്ടായിരുന്നു. സ്റ്റേജ് 1ൻ്റെ സമയത്ത് തന്നെ ഇത് ന്യൂക്ലിയർ റിയാക്ടർ വളരെ എക്സ്പെൻസീവായൊരു സെറ്റപ്പാണ്. അത് ബിൽഡ് ചെയ്തിട്ട് അത് സേഫായി ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് കാലം എടുക്കും, ഒരുപാട് പൈസയും ചിലവുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ മറ്റുള്ള എനർജി സോഴ്സസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതേ കാലഘട്ടത്തിലാണ് നെഹ്റുവിൻ്റെ പ്രശസ്തമായ ഒരു കോട്ട്, ഡാമുകളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായൊരു കോട്ട്. വലിയ വലിയ വാട്ടർ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റിംഗ് ഡാമുകളും മറ്റുമൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇതേ കാലഘട്ടത്തിലാണ്. കോൾ തെർമൽ പവർ പ്ലാന്റ്സും പിന്നീട് കൂടുതൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കൂടുതൽ മൈനിങ്ങിനും വേണ്ട പ്ലാനുകളും സ്റ്റേജ് 1ൻ്റെ സമയത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അത് സ്റ്റേജ് 1ൽ നിന്നുണ്ടാകുന്ന പ്ലൂട്ടോണിയം, ബൈ പ്രൊഡക്റ്റായി വരുന്ന പ്ലൂട്ടോണിയത്തിനെടുത്ത് തോറിയവുമായി ഒരു പ്രോസസ്സ് വഴി കൂടുതൽ യുറേനിയം ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സ്റ്റേജ് 2ൽ നിന്നും ഉണ്ടാക്കിയെടുത്ത യുറേനിയം വെച്ചിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നൂറ്റാണ്ടുകളോളം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലൊരു എനർജി സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഡോക്ടർ ഭാഭയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അന്നത്തെ വിഷനും പ്ലാനും. ഇന്ത്യക്ക് യുറേനിയം ഡെപ്പോസിറ്റ്സ് 1.95 ലക്ഷം ടണ്ണാണ്. അതായത് 1951 ജാഡുഗുഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ച യുറേനിയം ഡെപ്പോസിറ്റ്സ് വഴി ആണ് ഈ 54ലെ പ്ലാനിലേക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നത്. അന്ന് യുറേനിയം കുറവാണെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ 2011 ആകുമ്പോഴേക്കും തുമ്മലപ്പള്ളി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ വേറൊരു സ്ഥലത്തും കൂടുതൽ ഡെപ്പോസിറ്റ് നമ്മൾ കണ്ടെത്തി. യുറേനിയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തോറിയത്തിന് അതിൻ്റെ 10 അല്ലെങ്കിൽ 100 മടങ്ങ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഇതിനുള്ള കാരണം കരിമണൽ നിന്ന് നമ്മൾ വിളിക്കുന്ന മൊണാസൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു മിനറൽ ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയൻസിൽ സുലഭമാണ്. സുലഭം എന്ന് വെച്ചാൽ ആവശ്യത്തിലധികം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ നിന്നും തോറിയം എക്സ്ട്രാക്റ്റ് ചെയ്ത് ഏകദേശം 107 ലക്ഷം ടണ്ണ് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ ഈ തോറിയത്തിനെ വെച്ചിട്ട് പിന്നീട് യുറേനിയമാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ് സ്റ്റേജ് 2ൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ കാണുന്നത് പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും താഴെയുള്ള 2 ലൈനാണ് നമ്മൾ ഈ പച്ച കളറിൽ കാണുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും താഴെ കിടക്കുന്ന ആക്ടിനൈഡ് സീരീസ് എന്ന് പറയുന്ന ഈ റോയിലാണ് നമുക്ക് വേണ്ട എലമെൻറ്റ്സ് കിടക്കുന്നത്. ഇപ്പോൾ തോറിയം എന്ന് പറയുന്നത് 90ാമത്തെ എലമെൻറ്റ്, യുറേനിയം എന്ന് പറയുന്ന 92ാമത്തെ എലമെൻറ്റും നാച്ചുറലി ഫൗണ്ടാണ്, അതായത് ഭൂമിയിൽ ഉള്ളതാണ്. ഇതിനിടയിൽ കാണുന്ന ഈ പ്രൊട്ടാക്ടിനിയം ഒരു ഡീകേ സംഭവിക്കുമ്പോൾ, അതായത് തോറിയത്തിൽ നിന്നോ യുറേനിയത്തിൽ നിന്നോ ഡീകേ സംഭവിക്കുമ്പോൾ വരുന്ന ഒരു എലമെൻ്റാണ് ഈ പ്രൊട്ടാക്ടിനിയം. എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, തോറിയം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ യുറേനിയത്തിലേക്ക് എത്താൻ ഒരു പ്രോസസ്സ് ഉണ്ട്, അത് ഒരു സ്റ്റെപ്പ് അകലെയാണ് അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പ് അകലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീരിയോഡിക് ടേബിൾ ഞാൻ കാണിക്കുന്നത്. ഇതിൽ തോറിയം സൈക്കിൾ എന്ന് പറയുന്ന ഒരു
ന്യൂക്ലിയർ റിയാക്ഷൻ വഴി തോറിയത്തിനെ ഒരു ന്യൂട്രോൺ വെച്ച് ബൊമ്പാർഡ് ചെയ്താൽ, ശക്തിയായി ഇടിപ്പിച്ചാൽ തോറിയത്തിൻ്റെ ഒരു അൺസ്റ്റേബിൾ എലിമെൻറ്റ്, അതൊരു റേഡിയോ ആക്റ്റീവ് എലിമെൻ്റായി അത് മാറും. ഈ 233 തോറിയം എന്ന് പറയുന്ന ഈ എലിമെൻറ്റ് ഏകദേശം 17 മിനിറ്റ് ഹാഫ് ലൈഫുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലിമെൻ്റാണ്. ഈ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ് 17 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ പകുതി പ്രൊട്ടാക്ടിനിയം 233 എന്ന് പറയുന്ന ഒരു എലിമെൻ്റായി മാറും. പ്രൊട്ടാക്ടിനിയത്തിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 27 ദിവസമാണ്. അതായത് 100 ഗ്രാം പ്രൊട്ടാക്ടിനിയം 50 ഗ്രാം ആവാൻ, വിഘടിച്ച് 50 ഗ്രാം ആവാൻ ഏകദേശം 27 ദിവസം എടുക്കും. ഈ ഹാഫ് ലൈഫ് പീരീഡ് കൊണ്ട് പ്രൊട്ടാക്ടിനിയം ഡീകേ ആയി കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യുറേനിയം 233 ആണ്. തോറിയം ഒരു ഫെർട്ടൈൽ എലമെൻ്റാണ്. എന്ന് വെച്ചാൽ തോറിയം വെച്ച് മറ്റ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉണ്ടാക്കാമെന്നാണ് അർത്ഥം. യുറേനിയം ഒരു ഫിസൈൽ എലമെൻ്റാണ്. യുറേനിയം വെച്ച് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഒരു എലമെൻ്റായി അതിനെ കണക്കാക്കി റിയാക്ഷന് ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് യുറേനിയത്തിൻ്റെ പ്രത്യേകത. PFBR റിയാക്ടറിൻ്റെ അല്ലെങ്കിൽ കാമിനി റിയാക്ടറിൻ്റെ സ്കിമാറ്റിക്സ്, ഡിസൈൻ, രൂപരേഖ ഇതൊന്നും പബ്ലിക്കലി അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ AI വെച്ച് ജനറേറ്റ് ചെയ്തൊരു ഇമേജാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ചില തെറ്റുകളുണ്ട്, ക്ഷമിക്കുക. ലിക്വിഡ് സോഡിയം കൂളൻ്റ് എന്ന് പറയുന്ന ഒരു മോഡറേറ്റർ, അങ്ങനെ ഒരു പൂളിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് സോഡിയം പ്രഷറൈസ്ഡ് ഹെവി വാട്ടറിനെ പോലെ ന്യൂട്രോണിൻ്റെ സ്പീഡിനെ കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രോണിൻ്റെ ശക്തി ഫ്യൂവലിലേക്ക് എത്തുമ്പോഴേക്കും കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. മൾട്ടി ഓക്സൈഡ് ഫ്യൂവൽ എന്ന് പറയുന്ന പ്ലൂട്ടോണിയവും സ്റ്റേജ് 1 നിന്നും ബാക്കി വരുന്ന അല്ലെങ്കിൽ ഒരു ബൈ പ്രൊഡക്റ്റായ പ്ലൂട്ടോണിയവും യുറേനിയവും കൂട്ടി കലർത്തി ഉണ്ടാക്കിയ പുതിയൊരു തരം അല്ലെങ്കിൽ സാധാരണ പ്രാബല്യത്തിലല്ലാത്ത ഒരു ഫ്യൂവലാണ് ഈ മൾട്ടി ഓക്സൈഡ് ഫ്യൂവൽ. ഇന്ത്യയുടെ വേസ്റ്റ് കുറയ്ക്കുക, ന്യൂക്ലിയർ വേസ്റ്റ്, സ്റ്റേജ് 1 വേസ്റ്റ് കുറയ്ക്കുക എന്നൊരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു ഗോൾ കൂടെ ഇതിനുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഗോൾ കൂടെ ഇതിനുണ്ട്. ഇതിന് ചുറ്റുമായിട്ട് തോറിയം ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഷീറ്റ് അല്ലെങ്കിൽ റോഡ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തോറിയം ബ്ലാങ്കറ്റ് എന്നാണ് വിളിപ്പേര്. തോറിയത്തിൻ്റെ ഒരു പുതപ്പ് ഈ ഫ്യൂവലിൻ്റെ ചുറ്റും വെച്ചിട്ട് ഈ ഫ്യൂവലിൽ നിന്നും പുറപ്പെടുന്ന ന്യൂട്രോൺസ് അല്ലെങ്കിൽ ആ ചെയിൻ റിയാക്ഷനിൽ നിന്നും വരുന്ന ന്യൂട്രോൺസ് തിരിച്ച് തോറിയത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് ആ തോറിയത്തിന് വീണ്ടും വീണ്ടും യുറേനിയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ PFBRൻ്റെ ഒരു പ്രധാന ഔട്ട്പുട്ട്. ഈ ന്യൂക്ലിയർ റിയാക്ഷൻ വഴി വരുന്ന ചൂട് അതിനെ ഡയറക്റ്റ് ചെയ്ത് ആവിയാക്കി മാറ്റി ഒരു ടർബൈനിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള പ്രധാന ദൗത്യം കൂടെ ഈ റിയാക്ടറിനുണ്ട്. ഇതിൽ കീ ടെക്നിക്കൽ ഇൻ്റർവെൻഷൻ, പ്രധാന സാങ്കേതിക വിദ്യകൾ എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് സോഡിയം കൂളൻ്റ് എന്ന് പറയുന്ന ആദ്യത്തെ, അതായത് 880 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളമായിട്ടോ അല്ലെങ്കിൽ തിളയ്ക്കുന്നതോ ആയിട്ടുള്ള ലിക്വിഡ് സോഡിയം വെച്ചിട്ട് ഇതിലെ പ്രധാന ടെക്നിക്കൽ ഇൻ്റർവെൻഷൻ, സാങ്കേതിക മികവുകൾ എന്താണെന്ന് നോക്കിയാൽ ആദ്യമായിട്ടും ലിക്വിഡ് സോഡിയം കൂളൻ്റാണ്. അതായത് 880 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യുന്ന സോഡിയം 800 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാൽ അത്രയും ചൂടുള്ള ലിക്വിഡ് സോഡിയം വെച്ചിട്ട് നമുക്ക് സ്റ്റേജ് 1 അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിലുള്ള ഒരുപാട് റിസ്കുകൾ കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഇത് ഫാസ്റ്റ് ന്യൂട്രോൺ സ്പെക്ട്രം എന്ന് പറയുന്ന വളരെ ശക്തിയായിട്ട് അല്ലെങ്കിൽ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ന്യൂട്രോൺസിനെ എനേബിൾ ചെയ്യുന്ന ഒരു വിദ്യ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 1 ഒരുപാട് വേസ്റ്റുകളെ വീണ്ടും നമുക്ക് ഫ്യൂവലായി യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ബ്രീഡിംഗ് ബ്ലാങ്കറ്റ്. ഈ തോറിയം 232 ബ്ലാങ്കറ്റ് എപ്പോഴും പുതിയ ഫ്യൂവലിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ഇത് ഒരു പ്രൂവൺ ടെക്നോളജി അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നുള്ള ഒരു മൈൽ സ്റ്റോണാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള അഡ്വാൻസ് കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങളുടെ ഒപ്പം ചില കോട്ടങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോട്ടങ്ങളിലൊന്ന് ഈ ലിക്വിഡ് സോഡിയം അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ കോംപ്ലക്സ് ആണ്. അത് വെള്ളമായിട്ടോ മോയ്സ്ചറുമായിട്ടോ ഈർപ്പം, വായു, വെള്ളം ഇതൊന്നും ഇതിന് ലിക്വിഡ് സോഡിയത്തിന് തട്ടാൻ പറ്റില്ല. തട്ടി അപ്പം തന്നെ കത്തും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. നിങ്ങൾക്കറിയാം, മെറ്റലായിട്ടുള്ള തണുത്തിരിക്കുന്ന സോഡിയം വെള്ളത്തിലിട്ടാൽ കത്തുന്ന ഒരു മെറ്റലാണ് സോഡിയം.
ഇപ്പോൾ ലിക്വിഡ് സോഡിയം എന്ന് പറയുന്നത് 800 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സോഡിയം എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എല്ലാം തന്നെ വേൾഡ് കൺസോർഷ്യത്തിലും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറയുന്ന പല ഏജൻസികളുടെയും റെഗുലേറ്ററി കംപ്ലയൻസുകൾക്ക് ബാധകമാണ്. അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്തിട്ട് മാത്രമേ ഏതൊരു ന്യൂക്ലിയർ റിയാക്ടറിനും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ലിക്വിഡ് സോഡിയം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആദ്യത്തെയോ രണ്ടാമത്തെയോ റിയാക്ടർ എന്ന പേരാണ് കാമിനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, ഓഡിറ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിനുണ്ട്. രണ്ടാമതായിട്ട് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ, അതായത് 2010 തീരേണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തപ്പോൾ 2004 തുടങ്ങിയപ്പോൾ ഈ കാമിനി. പക്ഷേ എല്ലാം തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് 16 വർഷത്തെ ഡിലേ ഈ പ്രൊജക്റ്റിന് വേണ്ടി വന്നു. 16 വർഷം കഴിഞ്ഞിട്ട്, അതായത് ആയിരക്കണക്കിന് കോടി രൂപ എക്സ്ട്രാ ചിലവ് വന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇനി അത് കമേഴ്ഷ്യലൈസ് ചെയ്ത് അല്ലെങ്കിൽ 500 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി മറ്റ് വീടുകളിലേക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ എത്തുമ്പോഴേക്കും ഇത് എത്ര കാലം പിടിക്കുമെന്നുള്ളത് ഒരു സംശയമാണ്. ഇത്രയും കൂടുതൽ പൈസ അല്ലെങ്കിൽ ഇതിൻ്റെ ചിലവ് വർദ്ധിച്ചതുകൊണ്ട് പെർ യൂണിറ്റ് കോസ്റ്റ്, ഓരോ യൂണിറ്റിനെയും പൈസ അല്ലെങ്കിൽ കാശ് മറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ കൂടുതലാവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ സോളാർ അല്ലെങ്കിൽ വിൻഡ് എനർജി ഉപയോഗിച്ചുണ്ടാക്കുന്ന വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഇമ്പ്രൂവ് ആയാൽ, അടുത്ത 20 വർഷത്തിൽ ഇമ്പ്രൂവ് ആയാൽ ഈ കാമിനി റിയാക്ടർ അതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇതിനുണ്ട്. 16 വർഷം വൈകിയെങ്കിലും കാമിനി റിയാക്ടറിലെ മൈൽ സ്റ്റോൺ ഇന്ത്യയുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ സയൻറ്റിഫിക് ലീഡർഷിപ്പിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.